DJ Moral Stories. പാവപ്പെട്ട എഗ് റൈസ് വിൽക്കുന്നവൻ ഭാഗം 2. ധനുഷ്പൂർ എന്ന പേരുള്ള ഗ്രാമത്തിൽ രഞ്ജിത്ത് തന്റെ 9 വയസ്സ് മകൻ ചീരു പിന്നെ 12 വയസ്സ് മകൾ പിങ്കിയോടൊപ്പം ജീവിച്ചു വന്നു. രഞ്ജിത്ത് ഒരു സാരി മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ വരുമാനം വെച്ച് തന്റെ കുടുംബത്തെയും കുട്ടികളെയും നോക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ വസുധ 5 വർഷത്തിനു മുൻപ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും വിട്ട് എന്നേക്കുമായി പോയി. അവരുടെ മരണത്തിനു ശേഷം രഞ്ജിത്ത് തനിച്ച് തന്റെ മക്കളെ വളർത്തി വന്നു. രഞ്ജിത്ത് തന്റെ വീട്ടിൽ ഒരുപാട് കോഴികളെ വളർത്തി വന്നു. അവയെ അദ്ദേഹം തന്റെ കുട്ടികളെ പോലെ പരിപാലിച്ചു വന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന എഗ് റൈസ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നോക്കിയ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഗ് റൈസ് ആണ് ഉണ്ടാക്കിയേക്കുന്നേ. ഈ എഗ് റൈസ് നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ ചിറുവും പിങ്കി? മക്കളെ, ഇന്നാ കഴിച്ചോ. അച്ഛാ, നല്ല രുചിയുണ്ട്. അയ്യടാ. അപ്പോഴാണ് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ഇന്ദറും വന്നത്. അല്ല, എനിക്കും ആ എഗ് റൈസ് കുറച്ച് തന്നൂടെ? എനിക്ക് വളരെ ഇഷ്ടം, ഞാനും കുറച്ച് കഴിക്കട്ടെ. ഇന്ദർ, വാ, നീ അകത്തിരിക്ക്, കഴിക്കാം നമുക്ക്. എല്ലാരും ഒന്നിച്ചിരുന്ന് രഞ്ജിത്ത് ചെയ്ത എഗ് റൈസ് കഴിക്കുകയായിരുന്നു. അടിപൊളി, അച്ഛൻ കൊള്ളാട്ടോ. രഞ്ജിത്തെ, നീ തന്ന എഗ് റൈസ് ഉണ്ടല്ലോ, അത് കഴിച്ചിട്ട് എന്റെ വയറ് വളരെ സുഭിക്ഷമായി നിറഞ്ഞു. വളരെ നന്ദി. രഞ്ജിത്തിന്റെ കൂട്ടുകാരൻ ഇന്ദർ ഗ്രാമത്തിൽ ഒരു ചെറിയ ഹോട്ടൽ നടത്തുകയായിരുന്നു. രഞ്ജിത്ത്, നീ ചെയ്യുന്ന എഗ് റൈസിന്റെ വിഭവങ്ങൾ എന്താന്ന് പറഞ്ഞു തന്നാലല്ലോ ഞാനും എങ്ങനെയെങ്കിലും ഉയർന്ന് ജീവിക്കുമല്ലോ. അതെ അച്ഛാ, അച്ഛന്റെ കയ്യിൽ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അളിയ, നമ്മൾ ഭക്ഷണം എപ്പോഴും ഇഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിന്റെ രുചി വളരെ ടേസ്റ്റ് ആയിരിക്കും. കഴിക്കുന്നവരങ്ങോട്ട് മയങ്ങിപ്പോയേക്കും കണ്ടിട്ട്. രഞ്ജിത്ത് ആ എഗ് റൈസ് ടിഫിൻ ബോക്സിൽ തന്റെ മില്ലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ എഗ് റൈസ് അവിടെയുള്ളവർ കഴിച്ചിട്ട് രഞ്ജിത്തിനെ ഒരുപാട് പുകഴ്ത്തുമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രി രഞ്ജിത്ത് മില്ലിൽ നിന്നും തിരികെ വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. പക്ഷെ ആ ആക്സിഡന്റിന് ശേഷം പാവം അദ്ദേഹത്തിനെ കൊണ്ട് നടക്കാൻ സാധിക്കാതെയായി. അദ്ദേഹം എപ്പോഴും വീൽ ചെയറിലായിരുന്നു. അച്ഛാ, നിങ്ങളെ കൊണ്ട് ഇനി ഒരിക്കലും നടക്കാൻ പറ്റില്ലേ അച്ഛാ? ശരി അച്ഛാ, പറയൂ. അതെ ചിറു, അതെ പിങ്കി, ഇതിനുശേഷം അച്ഛനെ കൊണ്ട് നടക്കാൻ കഴിയില്ല. എനിക്ക് എന്റെ 2 കാലും നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെയാണോ നോക്കാൻ പോകുന്നത് എനിക്കറിയാൻ മേല. ഈ 2 കാലുകളും ഇല്ലാണ്ട് എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്റെ ദൈവമേ, എന്ത് വൃത്തികെട്ട സമയമാണിത്. എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? രഞ്ജിത്തും അദ്ദേഹത്തിന്റെ കുട്ടികളും നന്നായി കരഞ്ഞു. രഞ്ജിത്തിന്റെ ജീവിതം ആകെ നശിച്ചതുപോലെയായി. അദ്ദേഹം ഒരുപാട് പേരോട് ജോലി അന്വേഷിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അനുയോജ്യമായതുപോലെ ഒരു ജോലിയും കിട്ടിയില്ല. പിന്നെ ഒരു ദിവസം ചീരുവും പിങ്കിയും രഞ്ജിത്തിന് ഒരു നല്ല ഐഡിയ പറഞ്ഞു. അച്ഛാ, അച്ഛൻ ഇനി ഒന്നിനെ കുറിച്ചും ഓർത്ത് വിഷമിക്കേണ്ട. അച്ഛൻ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എല്ലാ ജോലികളും ചെയ്യാലോ. അതെ അച്ഛാ, നമ്മുടെ കഷ്ടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറിപ്പോവും. അങ്ങനെ നിങ്ങൾ എന്താ മക്കളെ ആലോചിച്ചു വെച്ചിരിക്കുന്നേ? അച്ഛാ, അച്ഛന്റെ കൈ കൊണ്ടുണ്ടാക്കിയ എഗ് റൈസ് ആരെങ്കിലും കഴിച്ചാലേ പിന്നീട് അവരൊക്കെ അച്ഛന്റെ ഫാൻ ആയേക്കും. അച്ഛൻ എഗ് റൈസ് എത്ര സൂപ്പറായിട്ടാ ചെയ്യാന്നറിയോ? നമ്മുടെ വീടിന്റെ പുറത്ത് അച്ഛന് വേണ്ടിയൊരു തട്ടുകട തുടങ്ങിയേക്കാം അച്ഛാ. എന്താ? അച്ഛൻ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ സമാധാനമായിട്ട് എഗ് റൈസ് ഉണ്ടാക്കി കൊടുക്കാലോ. അത് നമുക്ക് കസ്റ്റമറിനെ കൊണ്ടുപോയി വിൽക്കാം. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും. രഞ്ജിത്ത് ചീരുവിന്റെയും പിങ്കിയുടെയും ഈ പദ്ധതി കേട്ട് ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ തന്റെ വീടിന്റെ വാതിൽക്കൽ എഗ് റൈസ് വ്യാപാരം ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരും അവരുടെ വീടിന്റെ വാതിൽക്കൽ ചെറുതായി ഒരു ബോർഡും വെച്ചു. അതിൽ രഞ്ജിത്ത് എഗ് റൈസ് കടക്കാരൻ എന്ന് എഴുതിയിരുന്നു. 2-3 മണിക്കൂറിനകം അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ കസ്റ്റമേഴ്സ് ലൈനിൽ നിൽക്കുകയായിരുന്നു. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാരും വളരെ ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ കടയിൽ എഗ് റൈസ് കഴിക്കാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരൻ രഞ്ജിത്തെ, നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ എഗ് റൈസ് ഉണ്ടല്ലോ, ഗംഭീരം തന്നെ. ടേസ്റ്റ് അടിപൊളി. എടാ രഞ്ജിത്തെ, നീ ചെയ്യുന്ന ഈ എഗ് റൈസ് ഇല്ലേ, ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. വീട്ടിലേക്ക് 2 പാർസൽ വേണ്ടി വരുന്ന തോന്നേ. തീർച്ചയായിട്ടും നിങ്ങൾ മേടിച്ചോണ്ട് പോക്കോ. 2 കാലും നഷ്ടപ്പെട്ട ശേഷവും നിങ്ങള് വിശ്വാസത്തോടെ നിങ്ങൾ ഈ കട നടത്തി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.
വളരെ നന്ദി. വളരെ നന്ദി. രഞ്ജിത്തിന്റെ എഗ് റൈസ് കടയുടെ വിജയം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഇന്ദർ അസൂയപ്പെട്ടു. കാരണം ഗ്രാമത്തിലെ എല്ലാ വശങ്ങളിലും രഞ്ജിത്തിന്റെ എഗ് റൈസ് വളരെ പ്രസിദ്ധിയായി. ഇന്ദറിന്റെ ഹോട്ടലിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. എപ്പോഴാണോ രഞ്ജിത്ത് എഗ് റൈസ് വിൽക്കാൻ ആരംഭിച്ചത്, എന്റെ കടയിൽ ഞാൻ ഈച്ച ഓടിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ പോലും ഇവിടേക്ക് വരുന്നില്ലല്ലോ. നോക്കിക്കോ, രഞ്ജിത്തിന് ഒരു പാഠം തന്നെ പഠിപ്പിക്കാം. അവന്റെ കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ പിടിച്ചു വലിക്കുന്നത് നോക്കിക്കോ. ഇന്ദർ രഞ്ജിത്തിനെ നശിപ്പിക്കാനായി പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം രാത്രി ഇരുട്ടത്ത് ആരും കാണാതെ വന്ന് രഞ്ജിത്തിന്റെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന കോഴികളെ മോഷ്ടിച്ചു കൊണ്ടുപോയി. രഞ്ജിത്തിന്റെ അടുത്ത് കോഴിയില്ലാത്ത സമയത്ത് മുട്ടയെന്താ മരത്തിന്നാ മറിക്കാൻ പോണത്? കൊടുത്തില്ലേ ഒരു അടി, ഇനി ഞാനാ മാസ്. അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴികളെ കാണാതായത് കണ്ടിട്ട് രഞ്ജിത്ത്, പിങ്കി, പീരു വളരെ വിഷമിച്ചു. എന്റെ ദൈവമേ, എന്താ ഇത്? എന്റെ കോഴികളൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. അച്ഛാ, നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കോഴികളെ എവിടെയും പോയിട്ടുണ്ടാവില്ല. നമുക്ക് കണ്ടുപിടിക്കാട്ടോ. വാ ചീരു. ശരി ചേച്ചി. ചീരുവും പിങ്കിയും അവരുടെ കോഴികളെ ഗ്രാമത്തിലെ എല്ലാ വശത്തിലും തേടി നോക്കി. പക്ഷെ അവരുടെ കോഴികളെ എവിടെയും കാണാനില്ല. ഇത് കാരണം രഞ്ജിത്തിന് ആകെ വിഷമമായി. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാച്ചാ? കോഴിമുട്ടകളില്ലാതെ നമുക്ക് എങ്ങനെയാ അവർക്കൊക്കെ എഗ് റൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയാ? വിഷമിക്കണ്ട മക്കളെ, നമുക്ക് കടയ്ക്ക് പോയി മുട്ട മേടിച്ചോണ്ട് വന്നേക്കാം. ഇനി ഇതല്ലാണ്ട് വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ലാഭം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കട എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. സാരമില്ല, കച്ചവടം കളയണ്ട. ഇപ്പോൾ ദിവസവും രഞ്ജിത്ത് കടയിൽ നിന്നും വാങ്ങിയ മുട്ട വെച്ച് എഗ് റൈസ് ചെയ്ത് വിൽക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇന്ദർ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ദേഷ്യം വീണ്ടും അധികരിക്കാൻ തുടങ്ങി. എന്താ ഇത്? ഈ രഞ്ജിത്തിനെ കൊണ്ട് ഇവൻ വെറുതെ ഇരിക്കാൻ പോലും തോന്നുന്നില്ല. കോഴിയൊക്കെ കളപോയി നേരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നു വിചാരിച്ചാലേ വീണ്ടും കട തുറന്ന് എന്റെ ആൾക്കാരെയും പിടിച്ചു വലിക്കാണല്ലോ. ഒന്നും വിചാരിച്ച പോലെ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ. ഇന്ദറിന്റെ ആദ്യത്തെ പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് അദ്ദേഹം അടുത്ത പ്ലാൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം രഞ്ജിത്തിനെ കാണാൻ ചെന്നു. ആ രഞ്ജിത്ത്, എന്റെ കൂട്ടുകാരാ, സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ് ഇന്ദർ, നിനക്ക് സുഖമല്ലേ? കുറച്ചു സമയത്തിന് ശേഷം രഞ്ജിത്ത് തന്റെ റൂമിനകത്തേക്ക് ചെന്നതും തന്നെ അപ്പോൾ ആരും കാണാതെ ഇന്ദർ വാതിൽക്കൽ ചെന്ന് കടയിലുണ്ടായിരുന്ന മുട്ടകൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആഹാര സാധനങ്ങളിലൊക്കെ അദ്ദേഹം ജീവൻ കൊല്ലുന്ന മരുന്ന് തെളിച്ചു. ഇത് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. അടുത്ത ദിവസം മരുന്ന് തെളിച്ച എഗ് റൈസ് കസ്റ്റമേഴ്സ് കഴിച്ചപ്പോൾ അവർ എല്ലാവർക്കും ഫുഡ് പോയ്സൺ ആകാൻ തുടങ്ങി. പിന്നെ എല്ലാരും രഞ്ജിത്തിന്റെ തട്ടുകട പൊളിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകാൻ പറഞ്ഞു. പാവം, അദ്ദേഹത്തിന് ആകെ പ്രശ്നമായി. എല്ലാരും എന്നെ വിശ്വസിക്കണം. ഞാൻ എന്റെ ഭക്ഷണത്തിൽ ഒരു മായവും കലർത്തിയിട്ടില്ല ഇതുവരെ. കഴിക്കുന്നവരുടെ ജീവനാണ് എനിക്ക് പ്രധാനം. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമാണേ സത്യം. എടാ, ഒന്ന് വെറുതെ ഇരിക്കടാ. വെറുതെ കഥ പറഞ്ഞോണ്ടിരിക്കല്ലേ. നിനക്കെന്ത് സത്യത്തിൽ കാലില്ലേ? അതോ വെറുതെ നുണ പറഞ്ഞോണ്ടിരിക്കയാണോ? പറയടാ. നിന്റെ കുട്ടികളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് മര്യാദക്ക് പോയേക്ക്. നിന്നെ ഈ പരിസരത്ത് കണ്ടാലേ പിന്നെ നിന്റെ കാര്യം പോക്കാട്ടാ. പാവം രഞ്ജിത്ത് യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. പോകുന്നതിന് മുൻപ് അവസാനമായി ഒരു വട്ടം ഇന്ദറിനെ കാണാനായി ചെന്നു. രഞ്ജിത്തെ, ഒന്നും ഇങ്ങോട്ട് വന്നേ. ഇതൊക്കെ നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയത്? നീ എങ്ങനെ ജയിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എന്താടാ നീ പറയുന്നേ? നീ എന്റെ ചങ്ങാതിയല്ലേടാ. നീയും എന്നെ വിശ്വസിക്കുന്നില്ലേ? അപ്പോഴാണ് ചീരുവും പിങ്കിയും ഇന്ദറിന്റെ വീട്ടിന്റെ പുറകിൽ നിന്ന് അവരുടെ കോഴിയുടെ ശബ്ദം കേട്ടത്. രണ്ടുപേരും അവിടേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നതെല്ലാം അവരുടെ കോഴികളാണ്. മാത്രമല്ല ആഹാരത്തിൽ ചേർത്ത കെമിക്കൽസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇന്ദർ മാമനായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് കോഴിനൊക്കെ കട്ടുകൊണ്ടുപോയത്. മാത്രമല്ല അയാൾ തന്നെയായിരിക്കും നമ്മുടെ എഗ് റൈസിലൊക്കെ കെമിക്കൽസ് ഇട്ടത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? ഇപ്പൊ നമ്മള് പോലീസ് മാമനെയാണ് ശരിക്കും വിളിക്കേണ്ടത്. ചീരുവും പിങ്കിയും വളരെ തന്ത്രപൂർവം തൊട്ടടുത്തുണ്ടായിരുന്ന സ്റ്റേഷനിലേക്ക് ചെന്ന് പോലീസിനെ വിളിച്ചുകൊണ്ടുവന്നു. പരിശോധിച്ചു നോക്കിയപ്പോൾ അത് അതേ കെമിക്കലാണ്. അതാണ് മുട്ടയിലും അരിയിലും മിക്സ് ചെയ്തിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കോഴികളെല്ലാം തന്നെ രഞ്ജിത്തിന്റെ കോഴികളാണ്. ഒരു ഉറ്റ സുഹൃത്ത് തന്നോട് ചെയ്ത ചതി ചിന്തിച്ച് രഞ്ജിത്ത് ആകെ തകർന്നു പോയി. നിന്നെയൊക്കെ എന്റെ ഒരു കൂട്ടുകാരനെ പറയാൻ എനിക്ക് നാണാവുന്നടാ. എന്റെ മേത്തുള്ള ടെൻഷൻ കാരണം നിനക്ക് ഇത്ര ഒരു വൃത്തികെട്ട സ്വഭാവമോ? ഒട്ടും തന്നെ ആലോചിക്കൊണ്ട് എങ്ങനെയാടാ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു നീ? ഈ ദ്രോഹിക്ക്
നല്ല രീതിക്ക് ഒരു ശിക്ഷ കൊടുക്കണം ഇൻസ്പെക്ടർ സാർ. ഇന്ദറിനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ആ ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വീണ്ടും രഞ്ജിത്തിന്റെ തട്ടുകടയിൽ എഗ് റൈസ് കഴിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തോട് മാപ്പും ചോദിച്ചു. പിന്നെ രഞ്ജിത്തും നന്നായിട്ട് കച്ചവടം നടത്തി നല്ല രീതിയിൽ ജീവിച്ചു.